യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് അവിടെ ഒരു കുറ്റവാളിയെ ജനത്തിന് ആവശ്യമുണ്ടെങ്കിൽ ജനത്തിന് ഇഷ്ടമുള്ള ഒരു കുറ്റവാളിയെ അവിടെ സ്വതന്ത്രനാക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോ അന്ന് പിലാത്തോസ് അവരോട് ചോദിച്ചു, ഞാൻ യേശുവിനെ നിങ്ങൾ വിട്ടുതരട്ടെ, സ്വതന്ത്രനാക്കട്ടെ, ബറബാസിനെ ക്രൂശിക്കാം, യേശുവിനെ വിട്ടുതരട്ടെ എന്ന് ചോദിച്ചപ്പോ അന്ന് ബറബാസ് ഒരു കൊടും കുറ്റവാളിയായിരുന്നു. ഈ കൊടും കുറ്റവാളിയായിരുന്ന ബറബാസ് അപ്പോ ആ ജനങ്ങളെല്ലാം കൂടെ ആർത്തു പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ ക്രൂശിക്കുക, യേശുവിനെ ക്രൂശിക്കുക, ഞങ്ങൾക്ക് ബറബാസിനെ മതി, ബറബാസിനെ വിട്ടുതരിക. പ്രിയ സഹോദരന്മാരെ, നാം ഇന്ന് ഈ കേട്ട ദൈവവചനത്തിന് മുമ്പാകെ ഇന്ന് ഈ അപ്പത്തിലും വീഞ്ഞിലും ഒക്കെ പങ്കാളിയാവുമ്പോൾ നമുക്ക് കർത്താവെ, ആ ഒരു കൊടും കുറ്റവാളിയായിരുന്ന ബറബാസ് ഞാനായിരുന്നല്ലോ കർത്താവെ, എന്നെ വെറുതെ വിട്ടു, ഞാൻ സ്വതന്ത്രനായി, എന്നാൽ യേശു ശാപമായി തീർന്നു. എന്നെ ഒരു കൊടും കുറ്റവാളിയായിരുന്ന എന്നെ കർത്താവ് എന്നെ സ്വതന്ത്രനാക്കാനായിട്ട് അങ്ങ് ക്രൂശിൽ എനിക്കായിട്ട് രക്തം ചിന്തിയല്ലോ, എനിക്കായിട്ട് മരിച്ചല്ലോ. നമുക്ക് ആ ഒരു രീതിയിൽ കർത്താവെ, ഞാൻ അത്ര അധമനായ ഒരു പാപിയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. എനിക്കായിട്ട് കർത്താവ് ക്രൂശിൽ ശാപമായി തീർന്നു. എന്നെ വിടുവിക്കുവാൻ, എന്നെ സ്വതന്ത്രനാക്കുവാൻ, എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ. നാം ഇന്ന് ഈ അപ്പത്തിലും വീഞ്ഞിലും പങ്കാളികളാകുന്നതിന് മുമ്പ് നമുക്ക് ചില വചനങ്ങളും കൂടെ നമുക്ക് നോക്കാം. നാം ഈ അപ്പത്തിലും വീഞ്ഞിലും പങ്കാളികളാവുമ്പോൾ ഇത് യേശുക്രിസ്തുവിന്റെ ഈ ഒരു വലിയ ത്യാഗത്തിന്റെ, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞതിന്റെ ഒരു ഓർമ്മയാണ്. അത് മാത്രമല്ല, നാം അതോടൊപ്പം കർത്താവിനോടുള്ള, നാം ഈ അപ്പത്തിലും ഈ വീഞ്ഞിലും നാം പങ്കാളികളാവുമ്പോൾ കർത്താവിനോട് ഉള്ള നമ്മുടെ ഒരു വിധേയത്വം, നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ്, നമ്മുടെ കർത്താവിനെ ഞാൻ പിൻപറ്റും, കർത്താവെ അങ്ങ്, ഞാൻ ഈ ഒരു ജീവന്റെ പങ്കാളിയായിട്ട് ഞാനും എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നും കൂടെ നാം പറയുകയാണ്. ഇത് കർത്താവിനോടുള്ള നമ്മുടെ സമർപ്പണം മാത്രമല്ല, ഇത് ഒരു അപ്പമാണ്, ഒറ്റ അപ്പമാണ്. ഒരൊറ്റ അപ്പം, മുറിക്കാത്ത ഒരപ്പം നമ്മൾ വാങ്ങി ആ അപ്പം ഇവിടെ മുറിച്ച് നാം ഓരോരുത്തരും ആ അപ്പത്തിൽ നിന്ന് പങ്കാളികളാവുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് നാം ഒക്കെ ഒരു ശരീരമാണ്. ഈ ശരീരത്തിന്റെ അവയവങ്ങളാണ് നാം. ആ അംഗങ്ങളായ നാം ഈ ഒരു ശരീരത്തിന്റെ ഭാഗമാണ് എന്നുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റും ഈ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളോടുള്ള നമ്മുടെ പ്രതിബദ്ധതയും അതും കൂടെ വിളിച്ചറിയിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എഫേസ്യ ലേഖനത്തിൽ നിന്ന് നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം, അവിടെ അത് തുടങ്ങുന്നത് നമ്മുടെ വ്യക്തിപരമായ രക്ഷയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ്. കൃപയാലല്ലോ നാം അതിക്രമങ്ങൾ മരിച്ചവരായിരുന്ന നമ്മെ കർത്താവ് രക്ഷിച്ചു. അവിടുന്ന് നമ്മൾ 2-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അതിക്രമത്താലും പാപത്താലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പൊ നമ്മെ വ്യക്തിപരമായിട്ട് നമ്മെ രക്ഷിക്കുന്നതിനെ കുറിച്ച് ആണ് അവിടെ 2-ാം അധ്യായം പറഞ്ഞ് തുടങ്ങുന്നത്. നമ്മുടെ പ്രവൃത്തിയല്ല, കൃപയാലല്ലോ, 8-ാം വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, വ്യക്തിപരമായുള്ള നമ്മുടെ രക്ഷ. എന്നാൽ ഈ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ 21-22 വാക്യങ്ങൾ, അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ച് പണിത് വരുന്നു. അപ്പോ തുടങ്ങുമ്പം അവിടെ വ്യക്തിപരമായി എന്നെ കർത്താവ് വീണ്ടെടുത്തു, രക്ഷിച്ചു, വ്യക്തിപരമായ രക്ഷ. എന്നാൽ നാം രക്ഷിക്കപ്പെട്ട് ഒരു വ്യക്തിയായിട്ട് നാം വീട്ടിലിരുന്ന് എനിക്ക് കർത്താവിനോട്, ദൈവത്തോടൊരു ബന്ധമുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ചില ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സഭയാകുന്ന ശരീരത്തിലേക്ക് കൂട്ടിച്ചേർത്ത്, എന്നിട്ട് ഈ അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്നു, അവിടെ ഒന്നിച്ച്, ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. നമ്മെ ഒന്നിച്ച് ദൈവം പണിയുന്നു. കർത്താവിന്റെ ഒരു വിശുദ്ധ മന്ദിരമായിട്ട് ദൈവം പണിയുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നു. അപ്പൊ
ഈ കർത്താവ് ഇങ്ങനെ വ്യക്തിപരമായിട്ട് രക്ഷിക്കപ്പെട്ട് നമ്മെ ഒന്നിച്ച് പണിയുന്നതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിക്കേണ്ടത്? ആ ഒന്നിച്ചുള്ള പണി നടക്കണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്നും ആ 2-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ നാം വായിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാനപ്പോ അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. 13 മുതലുള്ള വാക്യങ്ങൾ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. വ്യക്തിപരമായ കാര്യമാണ് അവിടെ പരാമർശിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം കർത്താവിനേക്ക് നമ്മെ അടുപ്പിച്ചു. അതിനെ തുടർന്ന് 14-ാം വാക്യം, അവൻ നമ്മുടെ സമാധാനം. അതിനെ തുടർന്ന് അവിടെ പറയുന്നു, നമ്മുടെ സമാധാനമായ ക്രിസ്തു അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അപ്പോ ആ പശ്ചാത്തലം അവിടെ ക്രിസ്തുവിനെ, ദൈവത്തെ അറിഞ്ഞുകൂടാതിരുന്ന വിജാതീയരായ ആളുകൾ ഇസ്രായേൽ മക്കളുമായിട്ടൊക്കെ ചേർന്ന് ഒന്നിച്ച് പണിയുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു കോണ്ടക്സ്റ്റിലാണ് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ അത് വായിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ പറയാം, ഇരുപക്ഷത്തെയും എന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തരായി, നമ്മിൽ നിന്നും വളരെ വ്യത്യസ്തരായ സഹോദരി സഹോദരന്മാരെ ഒന്നിച്ച് പണിയുന്നതിനെ കുറിച്ച്. അപ്പോ അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, നമ്മെ ഒന്നാക്കുന്നു, നമ്മെ ദൈവത്തോട് ചേർക്കുന്നു. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ എന്ന് പറയും. അപ്പൊ ദൈവത്തോട് ശത്രുക്കളായിരിക്കുന്ന നമ്മെ ദൈവത്തോട് നിരപ്പിക്കുക എന്നുള്ള ദൈവത്തിന്റെ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് നാം ഇവിടെ കാണുന്നത് അതിന്റെ നമ്മെ എല്ലാവരെയും, വ്യത്യസ്തരായ നമ്മെ ഇവിടെ 16-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത് ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഏക ശരീരത്തിൽ ദൈവത്തോട് നമ്മെ ഒന്നിച്ച് പണിത് ദൈവത്തോട് നമ്മെ നിരപ്പിക്കാനായിട്ട് എന്താണ് അവിടെ അതിനായിട്ട് കർത്താവ് ചെയ്ത മാർഗം എന്താണ്? കർത്താവ് അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തന്ന മാർഗം എന്താണ്? ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി ഇരുപക്ഷത്തെയും ഏക ശരീരമായിട്ട് കർത്താവ് ദൈവത്തോട് നിരപ്പിക്കും. അപ്പൊ ക്രൂശിൽ കർത്താവ് ശത്രുത്വം ഇല്ലാതാക്കുന്നു, ക്രൂശിൽ മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കുന്നു. വേറെ ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ വായിച്ചു 14-ാം വാക്യം, അവൻ ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളയുന്നു. അപ്പൊ നമുക്ക് പലപ്പോഴും ഈ പല വ്യത്യസ്തമായ സഹോദരി സഹോദരന്മാരെ ഒന്നിച്ച് ദൈവം തന്നിരിക്കുന്നു. നമുക്കിവിടെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സഹോദരി സഹോദരന്മാരുണ്ട്. ഇവിടെ വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ, ശരിക്കും വായിക്കാനും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ, നന്നായിട്ട് വായിക്കുന്നവർ, പല ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞവർ, ഒരു ഭാഷ തന്നെ കഷ്ടിച്ച് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ബിസിനസ് നടത്തുന്നവർ, കമ്പനിയുടെ വലിയ സ്ഥാനത്തിരിക്കുന്നവർ, ദൈനംദിന ഡെയിലി ജോലിക്ക് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, സാമ്പത്തികമായി വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ, പല രീതിയിൽ, പല പ്രൊഫഷണൽ, പല ബാക്ക്ഗ്രൗണ്ട്, സാമൂഹികമായിട്ടുള്ള പല പശ്ചാത്തലത്തിൽ, ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം ദൈവം ഇവിടെ കൊണ്ടുവന്ന് ഒരു ശരീരത്തിന്റെ അവയവങ്ങളാക്കി തീർത്തിരിക്കുകയാണ്. അപ്പൊ ഈ അവയവങ്ങളായിരിക്കുന്നത് നമുക്ക് അന്യോന്യം സഹോദരന്മാരെ വിലമതിക്കാനും അവരെ സ്നേഹിക്കാനും, എനിക്ക് എന്നെ ദൈവത്തോട് നിരപ്പിച്ച് ഈ ശരീരത്തിന്റെ ഭാഗമായി തീർത്ത് ഒരുമിച്ച് പണിയാനായിട്ട്, എന്റെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായിട്ട് ദൈവം എനിക്ക് തന്ന ഒരു സഹോദരനാണ് ഇത്, ആ സഹോദരിയാണ് ഇത് എന്നുള്ള ഒരു ബോധ്യത്തോടെ നമുക്ക് ദൈവം തന്ന സഹോദരി സഹോദരന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയണം. എന്നിട്ട് ഇവിടെ തുടർന്ന് വായിക്കുന്നു 17 മുതലുള്ള വാക്യങ്ങൾ. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. എന്നിട്ട് പറയുന്നു വീണ്ടും, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏതാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനം ഉണ്ട്. ക്രിസ്തു മുഖാന്തരം നമുക്ക് ഒരു ഐക്യത്തോടെ ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനമുണ്ട്. എന്നിട്ട് പറയുന്നു 19 മുതൽ, ആകയാൽ ഇനി
നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. നാം ദൈവത്തിന്റെ ഭവനക്കാരാ. എന്നിട്ട് ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പൊ ദൈവം പല ശുശ്രൂഷകളെ തന്ന് നമ്മെ എല്ലാം ചേർത്ത് ദൈവം പണിയുകയാണ്. ദൈവം പണിത് എന്നിട്ട് എന്തിനാണ്? എഫെസ്യർ 2:22 അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഈ ഒന്നിച്ച് പണിതു വരും, ആത്മാവിനാൽ ഒന്നിച്ച് പണിത്. നമ്മളെ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം നോക്കുക. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലും അതിന്റെ 11-ാം വാക്യം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. അവിടെ പറയുന്നത് കൊലോസ്യർ 3:11 അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. അപ്പോ വ്യത്യസ്തരായ ആളുകൾ ചിലര് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ആളുകൾ. അവര് വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്ത് ഒരു വെള്ളവും കൊടുത്താൽ താങ്ക് യു ബ്രദർ. അപ്പൊ അറിയാതെ പോകുമ്പോൾ കാലിലൊന്ന് ചവിട്ടിയ സോറി ബ്രദർ, സോറി സിസ്റ്റർ. അപ്പൊ വളരെ വളരെ പോളിഷ്ഡ്, എല്ലാറ്റിനും താങ്ക് യു, സോറി. നമ്മള് സാധാരണ ആൾക്കാർ അങ്ങനെ കൾച്ചറൊന്നും ഇല്ല. അവര് പിന്നെ വെള്ളം എന്തെങ്കിലും കൊടുത്താലും അവര് ചിലപ്പോ ഒന്ന് നോക്കിയെന്ന് വരും, നോക്കിയില്ല എന്ന് വരും. അപ്പം പിന്നെ പക്ഷേ ഇങ്ങനെ വളരെ വ്യത്യസ്തരായ ആളുകൾ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഓക്കെ ഇവര് ഈ ചിലര് ബർബരന്മാരാണ്, ചിലര് ശകന്മാരാണ്, ചിലര് യവനനാണ്, ചിലര് യഹൂദനാണ്, ചിലര് അവർക്ക് പരിച്ഛേദനയുണ്ട്, ചിലർക്ക് പരിച്ഛേദനയില്ല. അന്നത്തെ ഇങ്ങനെയുള്ള ഈ കൂട്ടത്തിൽ അവരെല്ലാം, എന്നാൽ ആ കർത്താവ് പറയുന്നു ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകുന്നു. നമ്മിൽ ഓരോരുത്തരിലും വ്യത്യസ്തരായ ആളുകളിലുള്ള ക്രിസ്തു, ആ ക്രിസ്തുവിനെ നമുക്ക് കാണാനും ആ സഹോദരനെ സഹോദരിയെ വിലമതിക്കാനും ആ സഹോദരനോ സഹോദരിയോടും ചേർന്ന് പണിയപ്പെടാനും നമുക്കുള്ള ഒരു ആവൽ, അതിനുവേണ്ടിയുള്ള ഒരു താല്പര്യം, അത് നമുക്ക് ഈ അപ്പം നുറുക്കുന്നതിലൂടെ അതും കൂടെ നാം പ്രഖ്യാപിക്കുകയാണ്. നമ്മള് പലപ്പോഴും നാം വായിക്കുന്ന ഒരു വാക്യമാണ് ഈ വെട്ടുകുഴിയിൽ വെച്ച് ചുറ്റിക, പിന്നെ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വെച്ച് നമ്മൾ പണിയപ്പെടണം. അതിനെക്കുറിച്ച് എന്താ നമ്മൾ എപ്പോഴും പറയാറുള്ളത് എന്താണ്? നമ്മൾ ഒരിക്കൽ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അവിടെ പണിയൊന്നുമില്ല. അപ്പൊ നമ്മിൽ ദൈവം ചെയ്യുന്ന പണി എവിടെ വെച്ചാ ചെയ്യേണ്ടത്? ഈ ലോകത്തിൽ നാം ആയിരിക്കുന്ന വെട്ടുകുഴിയിലാണ് ദൈവം ആ പണി ചെയ്യേണ്ടത്. ആ പണി ചെയ്യുന്ന വെട്ടുകുഴി നമ്മുടെ വീടാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വെട്ടുകുഴി എന്ന് പറയുന്നത് നമ്മുടെ സഭ ആകുന്ന ശരീരമാണ്. ഇവിടെയാണ് നമുക്ക് വളരെ വ്യത്യസ്തരായ ആളുകളെ ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ഈ വെട്ടുകുഴിയിൽ പണിയുന്ന സമയത്ത് അവിടെ ചില ആയുധങ്ങളെ കുറിച്ചൊക്കെ അവിടെ പറയുന്നത് ചുറ്റിക, മഴു, ഇങ്ങനെയുള്ള ഇരുമ്പായുധങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ചില സഹോദരന്മാർ അവര് ചിലപ്പോൾ നടക്കുമ്പോൾ അവരുടെ തോളിലൊന്ന് മുട്ടിയാൽ ചിലപ്പോൾ തോൾ വളരെ ഷാർപ്പായിരിക്കും. അപ്പൊ നമുക്ക് ഇച്ചിരി വേദനിച്ചെന്ന് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്കൊന്നും പോകണ്ട, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നില്ല. നമ്മൾ മാറി മാറി നടക്കും. നമ്മൾ മാറി മാറി നടന്ന് നമ്മെ തന്നെ മറ്റുള്ള സഹോദരന്മാർക്ക് തുറന്നിടാതെ ഐസൊലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒറ്റ ഒരു ഗോതമ്പ് മണി, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ഒരു ഗോതമ്പ് മണിയായിട്ട് ഞാൻ ഇരുന്നാൽ എനിക്ക് ഈ ശരീരമാകുന്ന അപ്പത്തിന്റെ ഭാഗമായി തീരാനായിട്ട് കഴിയുകയില്ല. ഈ അപ്പം എങ്ങനെയുണ്ടായത്? നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഈ അപ്പം ഉണ്ടായത്, കുഞ്ഞുങ്ങളൊക്കെ ഗോതമ്പ് മണി കണ്ടിട്ടുണ്ടോ? ഗോതമ്പ് നിങ്ങളൊക്കെ സാധാരണ നമ്മളിപ്പം ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ കടയിൽ പോയി ഏതെങ്കിലും ഒരു ആട്ട പാക്കറ്റിങ് വാങ്ങി ഉണ്ടാക്കുകയാണ്. പക്ഷെ ഇത് പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ അന്ന് ഈ കടയിലും സൂപ്പർ മാർക്കറ്റിലും ഇങ്ങനെ ആട്ടയുടെ പാക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ റേഷൻ കടയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയോ ഒരു 5 കിലോ ഗോതമ്പ് അല്ലെങ്കിൽ 10 കിലോ ഗോതമ്പ് വാങ്ങിക്കൊണ്ട് വരും. ഗോതമ്പ് വാങ്ങി ഗോതമ്പൊക്കെ പാറ്റി, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിനകത്തുള്ള അഴുക്കൊക്കെ കളഞ്ഞ് ഈ ഗോതമ്പും കൊണ്ട് നമ്മൾ മില്ലിപ്പോയി ഈ ഗോതമ്പിനെ പൊടിച്ച് അങ്ങനെയാണ് ഇതിനെ അതും കഴിഞ്ഞ് അതിനെ ശുദ്ധീകരിച്ച് അങ്ങനെയാണ് നമ്മൾ തുടർന്നാണ് ചപ്പാത്തിയോ അപ്പമോ ബ്രെഡോ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഈ പൊടിക്കാൻ നേരത്ത് ഒരു ഗോതമ്പ് മണി പറയുക, എന്നെ തൊടരുത്, എനിക്ക് ഇതിനകത്ത് പിന്നെ ഈ രീതിയിൽ പൊടിയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ
ഈ ശരീരത്തിന്റെ ഈ അപ്പത്തിന്റെ ഭാഗമായി തീരാനായിട്ട് കഴിയില്ല. ഇപ്പൊ പൊടിക്കുമ്പം സൗകര്യമാരൊക്കെ നിങ്ങൾ മിക്സിയിലിട്ടെങ്കിലും പൊടിക്കുമ്പം എന്തെങ്കിലും കിടു എന്ന് പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇച്ചിരി കട്ടിയുള്ള ചിലപ്പോൾ നിങ്ങൾ അത് ചിലപ്പോൾ കല്ലോ വല്ലോ ആയിരിക്കും. അപ്പൊ മിക്സിക്കും കേടുവരും. അപ്പൊ അതിനെ എടുത്ത് നല്ല പുറത്തു കളയും. അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് നമ്മുടെ ക്രിസ്തു ശരീരമാകുന്ന സഭയിലും ഈ രീതിയിൽ ചില സഹോദരന്മാരുണ്ട്. അവര് അല്ലെങ്കിൽ സഹോദരിമാര് എന്നെ ഒന്നും തൊടണ്ട, ഞാനിവിടെ വരുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു, പക്ഷെ എനിക്കിങ്ങനെ ഒരു ഗോതമണിയായിട്ട് ഇരുന്നാ മതി. പക്ഷെ ശരീരത്തിന്റെ ഭാഗമായി തീരാനായിട്ട് ഉള്ള ആ പ്രോസസ്സിൽ, ആ ഇടിക്കും ആ പൊടിക്കും ആ ഹാമറിനും ആ ചുറ്റികയ്ക്കും അതിനൊന്നും വിധേയരാകാതെ നാം ഇരുന്നാൽ ദൈവത്തിന്റെ ഈ ഒരു പ്രവൃത്തിക്ക് നാം ഭാഗമാവുകയില്ല എന്ന് മാത്രമല്ല, ഇടയ്ക്ക് നമ്മളെ ഇങ്ങനെ എടുത്ത് നമ്മൾ ചിലപ്പോൾ പുറത്തേക്ക് അങ്ങ് പോവും. അപ്പൊ നമ്മള് ആ രീതിയിൽ നാം ആയിരിക്കരുത് പ്രിയ സഹോദരന്മാരെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ കുറവ് തീർക്കാനായിട്ട് എനിക്ക് തന്ന സഹോദരന്മാരെ നാം വിലമതിക്കണം. നമ്മുടെ സഹോദരന്മാരെ അവരെ നമുക്ക് അവരുടെ പേര്, അവരുടെ എവിടുന്ന വരുന്നത്, അവരുടെ സാഹചര്യം എന്താണ്. ഞാൻ ഏതെങ്കിലും ഒരു സഹോദരനോട് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറയുന്നു. അദ്ദേഹം പറയുമ്പോ പുള്ളി ഒരു വലിയ നികളിയാന്ന് തോന്നുന്നു, പൊങ്ങച്ചക്കാരനാന്ന് തോന്നുന്നു, ഞാൻ അങ്ങ് മാറി നിന്നേക്കാം. അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ അടുത്തോട്ട് വരുന്നില്ല, അദ്ദേഹം അങ്ങ് മാറിപ്പോകുന്നു. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ വിധിക്കുമ്പോൾ അവരെയോ അവരുടെ സാഹചര്യങ്ങളെയോ അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങളെയോ നാം മനസ്സിലാക്കാതെയാണ് അവരുമായിട്ട് നമ്മൾ ഇടപെടാനായിട്ട് ശ്രമിക്കുന്നത്. ആ വ്യക്തി ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ഒരു ഭാര്യവുമായിട്ടായിരിക്കാം അവിടെ വന്നിട്ടുള്ളത്. വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വളരെ തീവ്രമായ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കും. വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ചിന്ത ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളെ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വിധിക്കുന്ന മനോഭാവത്തോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ ആ വ്യക്തിയെ മനസ്സിലാക്കാനോ, പക്ഷെ അതിനു മുമ്പ് നമ്മുടെ സഹോദരങ്ങളെ അവരെന്താ, അവരാരാണ്, എവിടെയാ, അവര് എന്ത് സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, നമുക്ക് ദൈവം തന്നിട്ടുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കാൻ, അവരുടെ പേര് മാത്രമല്ല അവര് എവിടെയാണ് താമസിക്കുന്നത്, അവരുടെ എന്താണ്, അവരെ എങ്ങനെയാണ്, നമുക്കത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അതിന്റെ ഒരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നാം എല്ലാം ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒറ്റ ഗോതമ്പ് മണി പോലെ നാം ഈ അപ്പത്തിന്റെ ഭാഗമാകാതെ നാം ഇങ്ങനെ മാറി മാറി കിടക്കുന്നവരായിരിക്കും. എന്നാൽ ദൈവം നമ്മെ ഒരുമിച്ച് ഒരു അപ്പമായിട്ട് പണിയാനായിട്ട് ആഗ്രഹിക്കും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ഇവിടെ അനേക വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സിനിമാ തിയേറ്ററിലൊക്കെ പോയ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. പണ്ട് ഞാൻ കൊച്ചിലായിരുന്നപ്പോ ഞാനും പോയിട്ടുണ്ട്. ഈ സിനിമാ തിയേറ്ററിലൊക്കെ പോയി ഇരുന്ന് അവിടെ ഇങ്ങനെ സ്ക്രീനിലുള്ള പടം കണ്ട് തിരിച്ച് എന്തെങ്കിലുമൊക്കെ കൈയടിച്ച് അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ആ തിയേറ്ററിൽ വന്ന മറ്റാൾക്കാരെയൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അവരെയൊക്കെ പരിചയപ്പെടാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ആര് എവിടുന്ന് വന്നു ആർക്കറിയാം? നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. കാശ് കൊടുത്തു, പോയി തിയേറ്ററിൽ പോയി സിനിമ കണ്ടു, നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. നമുക്ക് ദൈവസഭ അങ്ങനെയല്ല. ദൈവസഭയും അതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൈവസഭയിൽ നമ്മൾ ഇവിടെ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി അല്ല വരുന്നത്. ദൈവസഭയിൽ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഒരു പങ്കാളിത്തമുണ്ട്. ഇവിടെ വന്ന് ഇവിടെ നല്ല കൂട്ടായ, നല്ല ആരാധന, നല്ല പ്രസംഗം, ഇത് കണ്ടു, ഞാൻ കണ്ടു, അത് കാണാനാണ് ഞാൻ വന്നത്, അത് കണ്ടു, അത് കേട്ടു, ഞാൻ കൈയടിച്ചു, ഓക്കെ ഗുഡ്. വേണമെങ്കിൽ അവിടെ പൈസ കൊടുക്കുന്ന പോലെ കുറച്ച് പൈസ എന്തെങ്കിലും കൊടുത്തു, ഓക്കെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയി, വളരെ പെട്ടെന്ന് പോയി. അങ്ങനെയാണെങ്കിൽ നാം ശരീരത്തിന്റെ ഭാഗമല്ല. നമ്മെ തന്നെ എൻ്റെ കൂടെയുള്ള, എനിക്ക് എൻ്റെ പണിക്കായിട്ട് ദൈവം തന്ന സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോഴും നമുക്ക് ഹോട്ടലിൽ കൂടെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ ഒന്നും നമുക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ പൈസ കൊടുത്താൽ മതി, ഭക്ഷണം കഴിക്കുക, പോവുക. നമുക്ക് വേറെ മറ്റ് കാര്യങ്ങളില്ല. പക്ഷെ ദൈവസഭ, ശരീരമാകുന്ന സഭ, ആ സഭയിൽ ദൈവം എനിക്ക് ആയിട്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ, ഈ സഹോദരനെ, ഈ സഹോദരിയെ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം തിരഞ്ഞെടുത്ത് ഞാൻ ശരിയാകാനായിട്ട് എനിക്കായിട്ട് ദൈവം ഈ സഭയിൽ വന്ന് കൊണ്ടുവച്ചിരിക്കുന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരിയെ എനിക്ക് മനസ്സിലാക്കണം, ആ സഹോദരനെ എനിക്ക് മനസ്സിലാക്കണം, ആ സഹോദരനോട് ചേർന്ന് ഞാൻ പണിയപ്പെടണം. എനിക്ക് ഇഷ്ടം തോന്നുന്നില്ല. ചിലര് നമ്മൾ ഇങ്ങനെ ബേർഡ്സ് ഓഫ് ദ സെയിം ഫ്ലോക്ക് ഫ്ലൈ ടുഗദർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ചിലർക്ക് സഭാ മീറ്റിംഗ് വന്ന അവര് എനിക്ക് നല്ല കൂട്ടായ്മയുണ്ട്. അപ്പൊ സഹോദരി ആരോടാ കൂട്ടായ്മയുള്ളത്? സഹോദരി ആരോടാ എല്ലാ ആഴ്ചയും കൂട്ടായ്മയുള്ള ഒറ്റ ആളിനോട്. അതായത് ഞാൻ എന്നെ പോലെ
ഞാൻ പറയുന്നത് കേൾക്കുന്നു, അതിനെപ്പോലെ പറയുന്ന ഒരാളിനോട് എപ്പോഴും ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കൂട്ടാൻ. പക്ഷേ അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? നമുക്ക് നമ്മിൽ നിന്നും വ്യത്യസ്തരായ, നമ്മെ ഒരു പക്ഷേ നാം കൂട്ടായ്മ നമുക്ക് നമ്മെ സഹായിക്കാൻ കഴിയുന്ന, ആത്മീയമായിട്ട് സഹായിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മിൽ നിന്നും വ്യത്യസ്തമായ അവരെ കാണാനും അവരെ പരിചയപ്പെടാനും അവരോട് ചേർന്ന് പണിയപ്പെടാനും നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടാവണം. അങ്ങനെ നാം ഈ രീതിയിൽ നമുക്ക് സഹോദരന്മാരെ നമുക്ക് വിലമതിക്കാനും അവരുമായിട്ട് ചേർന്ന് പണിയപ്പെടുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ചില പ്രിൻസിപ്പിൾസ് നമുക്ക് വേണം. നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു സഹോദരനാണ്, സഹോദരിയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവുകയും നാം ഒരു വ്യക്തിയെയും നാം തുച്ഛീകരിക്കാനായിട്ട് പാടില്ല. ഒരു വ്യക്തിയെയും നാം ഒരു പുച്ഛ മനോഭാവത്തോടെ നോക്കുവാനായിട്ട് പാടില്ല. ആരെയും ഡു നോട്ട് ഡിസ്പൈസ് എനിവൺ. അത് നമ്മുടെ ദൈവം നമുക്ക് സഭയിൽ തന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാരെയും കർത്താവ് എനിക്ക് തന്നവരാണ്, അവരെ വിലമതിക്കാനായിട്ട് നമ്മൾ മത്തായി 18:6 അവിടെ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തിന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന്. എന്നിൽ വിശ്വസിക്കുന്ന ഒരു ചെറിയ, അത് കൊച്ചു കുഞ്ഞുങ്ങളെ കുറിച്ചല്ല അവിടെ പറയുന്നത്, കുഞ്ഞുങ്ങൾക്ക് കർത്താവിൽ വിശ്വസിക്കാനായിട്ടുള്ള പ്രായമായിട്ടില്ല. എന്നിൽ വിശ്വസിക്കുന്ന ഒരു ചെറിയവൻ, ഒരു കർത്താവിനെ അറിയുന്ന, കർത്താവിൽ വിശ്വസിച്ച ഏതെങ്കിലും പുതുതായിട്ട് കടന്നു വന്ന ഒരു വ്യക്തി, ഒരു സഹോദരൻ, ഒരു സഹോദരി, അവരെ നാം ഏതെങ്കിലും അവരുടെ പശ്ചാത്തലം മനസ്സിലാക്കാതെ അവരുടെ പെരുമാറ്റം കൊണ്ട് അവരത്ര പോളിഷ്ഡ് അല്ല, അതുകൊണ്ട് അവര് നാം തുച്ഛീകരിക്കുന്നുണ്ടോ, ഡിസ്പൈസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടർച്ച നമ്മൾ വരെ ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കർത്താവ് എത്ര സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്, അവന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നല്ലത്. എന്ന് വെച്ചാൽ പൊങ്ങി വരരുത്, അതുപോലെ താഴ്ത്തിക്കളഞ്ഞു. കർത്താവ് ചിലപ്പോൾ വളരെ ഒരു ശക്തിയായിട്ട് അതിന്റെ ഒരു ആഴം മനസ്സിലാക്കാനായിട്ട് ഇത്ര ഗൗരവമായിട്ട് ചിലപ്പോൾ സംസാരിക്കാറുണ്ട്. പിന്നെ 18:10 നോക്കുക. 18-ാം അധ്യായത്തിൽ പല വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 18:10, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും. നമുക്ക് ആ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഞാൻ ഒരു ഉയർന്ന പീഠത്തിൽ നിന്ന് അങ്ങനെയുള്ള ഒരു മനോഭാവം നമുക്കുണ്ടോ? ചിലരെ സംബന്ധിച്ച് ചിലർക്ക് ചില കാര്യങ്ങൾ അവർക്ക് ചില കാര്യങ്ങളെ കുറിച്ച് അത്ര വെളിച്ചമില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ കുറിച്ച് അത്ര വലിയൊരു വിശ്വാസമില്ല. ഇവിടെ വേറെ ഒരാള് ഒരു വിശ്വാസ വീരനായിട്ടുള്ള ഒരാളായിരിക്കാം, അദ്ദേഹം തോന്നുന്നു ഞാനൊരു വിശ്വാസ വീരനാണ്. അപ്പോ ഉടനെ വേറൊരാള്, ബ്രദറെ എനിക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഈ പ്രയാസം. എന്തോ ബ്രദറെ, എന്തോ പിന്നെ നിങ്ങൾ ഇതൊക്കെ കൊച്ചു കാര്യമല്ലേ, ഇതൊക്കെ നിങ്ങൾ വിശ്വസിച്ചാ പോരെ, വിശ്വസിച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോകണം. നമ്മള് ഒരു തരത്തിൽ നമ്മുടെ ആ വാക്കുകളിലൂടെ നാം ആ വ്യക്തിയെ തുച്ഛീകരിക്കുകയാണ്. ആ വ്യക്തിയെ ഞാൻ എന്തോ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, വലിയ പീഠത്തിൽ നിന്നുകൊണ്ട് നാം കുനിഞ്ഞു നോക്കുകയാണ്. ആ വ്യക്തിയുടെ സ്ട്രഗിളിനെ മനസ്സിലാക്കി, സാരമില്ല ബ്രദറെ, ദൈവം സഹായിക്കും എന്ന് പറയാൻ, അദ്ദേഹത്തോട് ഒരു സിമ്പതൈസ് ചെയ്യാനായിട്ട്, അദ്ദേഹത്തെ നമുക്ക് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ, അതല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഉയർന്ന പീഠത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ആ രീതിയിലല്ല, അദ്ദേഹത്തിന്റെ ലെവലിലേക്ക് ഇറങ്ങി വന്ന് മാത്രമേ നമുക്ക് സഹോദരങ്ങളെ സഹായിക്കാനായിട്ട് വിശ്വസിക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ റോമാലേഖനം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് 2-3 വാക്യങ്ങൾ. അവിടെ ചിലർക്ക് തിന്നുന്നതിനെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് ഞാൻ പച്ചക്കറിയെ തിന്നുള്ളൂ, മറ്റൊന്നും അത്ര നല്ലതല്ല എന്ന് ഒരാൾ വിശ്വസിക്കും. വേറൊരാൾ വിശ്വസിക്കും എന്ത് വേണമെങ്കിലും തിന്നാം, പ്രാർത്ഥിച്ച് എന്ത് വേണമെങ്കിലും തിന്നാം. ഉടനെ എന്ത് വേണമെങ്കിലും തിന്നാമെന്ന് പറയുന്ന ആള് അദ്ദേഹം വിചാരിക്കും ഞാൻ വലിയ വിശ്വാസിയാണ്. വേറെ എന്താ നിങ്ങൾ എന്ത് കഴിച്ച്, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസാക്ഷിയിൽ അദ്ദേഹത്തിന് ചില കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ചില സ്വാതന്ത്ര്യമില്ല. നമ്മൾ എന്തിനാണ് നമ്മുടെ സോക്കോൾഡ് വിശ്വാസം അവരുടെ മേൽ നമ്മൾ അടിച്ചേൽപ്പിക്കാനായിട്ട് നോക്കുന്നത്? ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. അപ്പൊ എന്നിട്ട് 3-ാം വാക്യത്തിൽ പറയുന്നു, തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്. റോമർ 14:3. അപ്പൊ അവിടെ ധിക്കരിക്കരുതെന്നാണ് പറയുന്നതെങ്കിലും അതിനെ തുച്ഛീകരിക്കരുത് അല്ലെങ്കിൽ പുച്ഛിക്കരുത്, ഡു നോട്ട് ലുക്ക് വിത്ത് കണ്ടംപ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു എന്തോ ഒരു പുച്ഛഭാവത്തോടെ, ഒരു തുച്ഛീകരണ മനോഭാവത്തോടെ നാം തിന്നുന്നവൻ തിന്നാത്തവനെ നോക്കരുത്. എന്നിട്ട് പറയുന്നു, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കുകയും വരുത്. അപ്പോ അങ്ങനെ ചില കാര്യങ്ങളിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ല, വേറൊരാൾ കുറച്ച് സ്വാതന്ത്ര്യത്തോടെ ചില കാര്യങ്ങൾ പെരുമാറും. ഉടനെ നമ്മുടെ ഉള്ളിൽ നിന്ന് മറ്റേ ആളിനെ നോക്കി ഇദ്ദേഹം എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വിധിക്കരുത്. അപ്പോൾ നമ്മുടെ തുച്ഛീകരിക്കുന്ന മനോഭാവം, വിധിക്കുന്ന മനോഭാവം, ഇതൊക്കെ നമ്മുടെ ശരീരമായിട്ട് ഒന്നിച്ച് പണിയുന്നതിനെ തടയുന്ന കാര്യങ്ങളാണ്.
അപ്പൊ പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് പണിയാനായിട്ട് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഉയർന്ന ഭാവങ്ങളാണ്, സുപ്പീരിയോറിറ്റി തോട്ട്സ്, ഉയർന്ന ചിന്തകൾ. ഞാൻ എന്തോ വലിയ കാര്യമാണ്, ഞാൻ ഇത്ര നാളായിട്ട് ദൈവത്തെ അറിഞ്ഞു, ഞാൻ ഇത്ര പാരമ്പര്യം എനിക്കുണ്ട്. അറിയാതെ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു സ്ട്രെങ്ത് ആയിട്ട് വരും, സ്ട്രെങ്ത് ആയിട്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഉന്നത ഭാവത്തെയും നികള ചിന്തകൾക്കും അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കരുത്, അതിനെ ഫ്യൂവൽ ചെയ്യരുത്, ആ ചിന്തകളെ വളർത്തിക്കൊണ്ടുവരരുത്. അങ്ങനെയുള്ള ചിന്ത വരുമ്പോ തന്നെ ഈ ചിന്ത തെറ്റാണ്, കർത്താവെ അങ്ങ് ലഭിച്ചിട്ടല്ലാതെ എനിക്ക് എന്തുള്ളൂ എന്നുള്ള ചിന്തകളോടുകൂടെ നാം ആയിരിക്കണം. റോമാലേഖനം 12-ാം അധ്യായം അവിടെ നമ്മെ തന്നെ സമർപ്പിക്കുന്നതിനെ കുറിച്ചും ജീവൻ വിശുദ്ധിയുമുള്ള ആരാധനയായിട്ട് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്ന അധ്യായമാണ് റോമാലേഖനം 12-ാം അധ്യായം. ആ 12-ാം അധ്യായത്തിന്റെ അതിനെ തുടർന്ന് പറയുന്ന വാക്യം എന്താണ്? 3-ാമത്തെ വാക്യം, റോമാലേഖനം 12:3, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. പ്രയോഗം നോക്കുക, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കാതെ. ഒരു ഉന്നത ഹൃദയം, ഒരു നികള ഹൃദയം, ഞാൻ എന്തോ വലിയ ആളാണ് എന്നുള്ളൊരു ഭാവം. എനിക്ക് വളരെ എളിയ അല്ലെങ്കിൽ എന്നിൽ നിന്നും വളരെ വ്യത്യസ്തനായ, ഞാൻ സംസാരിക്കുന്ന ഭാഷയൊന്നും സംസാരിക്കാൻ കഴിയാത്ത ആ സഹോദരനെ പോയി ഒന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ എനിക്കൊരു സ്വാതന്ത്ര്യമില്ല. ഞാനിങ്ങനെ മാറി നിൽക്കുന്നു. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തുകയും വിനയമുള്ള ഒരു ഹൃദയം നമ്മുടെ ഉള്ളിൽ ദൈവം തരികയും ചെയ്യട്ടെ. അപ്പൊ ഈ നികള ചിന്തകൾ മാത്രമല്ല, നമ്മെ സംബന്ധിച്ച് നമ്മെ കർത്താവ് രക്ഷിച്ചു കഴിഞ്ഞാൽ, നമ്മെ നീതീകരിച്ചു കഴിഞ്ഞാൽ നാം ദൈവത്തിന്റെ മക്കളാണ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ് എന്നുള്ള ഉറപ്പ് ഉള്ള ഒരു സഹോദരനോ സഹോദരിക്കോ നാം ഒരു അപകർഷതാ ബോധത്തിനും അപകർഷതാ ചിന്തകൾക്കും നമ്മൾ ഇടം കൊടുക്കരുത്. അയ്യോ ഞാൻ പണ്ട് ജോജി എപ്പോഴും പറയാറുണ്ടല്ലോ, അയ്യോ പാവം ഞാനേ എന്നുള്ള മനോഭാവവും നികളത്തിന്റെ വേറൊരു വശമാണ്. ഞാൻ എന്ത് പറയാനാ, ഞാൻ എന്ത് മിണ്ടാനാ, ഞാൻ എന്തിനാ ആ സഹോദരനെ പോയി കാണുന്നേ, ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ച് അദ്ദേഹം എന്നെ തെറ്റിദ്ധരിക്കും, ഞാനങ്ങ് മാറി നിന്നേക്കാം, ഞാൻ ആരോടും അങ്ങനെ അധികം സംസാരിക്കുന്നില്ല, ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പൊക്കോളാം. നമുക്ക് ഒരു അപകർഷതാബോധത്തിന്റെ ചിന്തകൾ, ഈ ചിന്തകളെയും നാം കർത്താവെ, ഞാൻ അങ്ങയുടെ മകനാണ്, അങ്ങയുടെ മകളാണ്, എനിക്ക് അങ്ങ് തന്നിരിക്കുന്ന എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, അവരുമായിട്ട് ചേർന്ന് അങ്ങെന്നെ പണിയുന്നു. കർത്താവെ, ഞാൻ അങ്ങെന്നെ വിലമതിക്കുന്നല്ലോ, അങ്ങയുടെ കണ്ണിന്റെ കൃഷ്ണമണിയാണ് ഞാൻ എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് മറ്റ് സഹോദരി സഹോദരന്മാരെ മനസ്സിലാക്കാനും അവരുമായിട്ട് ചേർന്ന് പണിയപ്പെടുവാനും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതുപോലെ തന്നെ നാം നമ്മെ പോലെയുള്ള സ്വഭാവമുള്ള ചില ആളുകളുമായിട്ട് ചേർന്ന് സഭയിൽ ചില ക്ലിക്സ് എന്ന് പറയും, ഒരു ചെറിയ സഭയാകുന്ന ശരീരത്തിൽ ഒരു ചെറിയ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരേ ടൈപ്പ്, അതായത് ഞങ്ങളൊക്കെ കുറച്ച് സൊസൈറ്റിയിലെ ഹൈ ആയിട്ടുള്ള ആളുകളെല്ലാം കൂടെ ചേർന്ന് അവർ മാത്രം സംസാരിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള ചില ആൾക്കാർ അവർ മാത്രം അങ്ങനെയാവുമ്പോൾ അതൊരു സഭയ്ക്കുള്ളിൽ ഒരു ചെറിയ ക്ലബ്ബ് നിങ്ങൾ ഉണ്ടാക്കുകയാണ്, ഒരു ചെറിയ ക്ലബ്ബ്. അതല്ല ദൈവം അതിനെ ആഗ്രഹിക്കുന്നു. അതിന്റെ വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളയാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ക്രൂശിലാണ് ആ വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളയുന്നത്. ആ വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളയണമെങ്കിൽ എന്നിൽ നിന്നും വ്യത്യസ്തനായ ഒരു സഹോദരനെ, എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല അദ്ദേഹത്തോട് സംസാരിക്കാൻ, അത്ര എളുപ്പം തോന്നുന്നില്ല. അങ്ങനെയുള്ള സഹോദരനെ കണ്ടെത്താനും ആ സഹോദരനുമായിട്ട് ഇടപഴകാനും സംസാരിക്കാനും മനസ്സിലാക്കാനും ഞാൻ ബോധപൂർവം, എനിക്കിഷ്ടമില്ലെങ്കിലും ഞാൻ സമയമെടുക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഞാൻ ക്രൂശ് എടുക്കുക എന്ന് പറയും. ഞാൻ ക്രൂശ് എടുത്ത് ആ ദൈവത്തിന്റെ പണി എൻ്റെ ജീവിതത്തിൽ നടക്കും. അപ്പോ നമുക്ക് നമ്മിൽ നിന്നും വ്യത്യസ്തമായ സഹോദരി സഹോദരന്മാരോട് അവരുടെ ഷോൾഡേഴ്സ് അല്ലെങ്കിൽ അവരുമായിട്ട് കൂട്ടിയുരുമ്മി നമുക്ക് നടക്കുവാനായിട്ട് ആ രീതിയിലുള്ള ഒരു മനസ്സ് ദൈവം നമുക്ക് നൽകട്ടെ. നമുക്ക് മറ്റ് സഹോദരന്മാരുടെ നമുക്ക് കൂട്ടായ്മ വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി എപ്പോഴും ചിലപ്പോൾ അങ്ങനെയാണ്, ഒരു സഹോദരൻ അല്ലെങ്കിൽ വരുന്നത് കാണുമ്പോൾ തന്നെ, സഹോദരി വരുന്നത് കാണുമ്പോൾ തന്നെ ചിലരുടെ ഉള്ളിൽ തോന്നും, ചേട്ടാ അത് മാറിപ്പോയ കാര്യം. ഈ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപദേശമായിരിക്കും, സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നമ്മുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി അങ്ങോട്ട് ഉപദേശിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. നമുക്ക് ഒരു കേൾക്കാനുള്ള ഒരു ചെവി, നമ്മൾ കേൾക്കുന്നതിൽ കേൾക്കാൻ വേഗതയുള്ളവരും പറവാൻ
താമസമുള്ളവര്. അപ്പൊ നമുക്ക്, ഞാനൊരു സഹോദരനെ പോയി കാണുക, എന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സഹോദരനെ കാണുക, കണ്ടിട്ട് ഉടനെ ഞാൻ അങ്ങോട്ട് ഉപദേശം തുടങ്ങണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് കേൾക്കുക, ആ സഹോദരൻ പറയുന്നത് കേൾക്കുക, ശ്രദ്ധിക്കുക. ആ ശ്രദ്ധിക്കുമ്പോൾ ആ സഹോദരനെ എന്നേക്കാൾ ഞാൻ വിലമതിക്കുമ്പോൾ ആ സഹോദരനിൽ നിന്ന് പല കാര്യങ്ങളും ചിലപ്പോൾ എനിക്ക് പഠിക്കാനുണ്ടാവും. ആ രീതിയിൽ നാം അങ്ങനെയുള്ള ഒരു താഴ്മയുള്ള ഹൃദയത്തോടെ, ഒരു കേൾക്കാനുള്ള ചെവിയോടെ നാം ആയിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് അർത്ഥവത്തായിട്ട് നമുക്ക് കൂട്ടായ്മയിൽ നമുക്ക് വളരുവാനായിട്ട് കഴിയും. നാം പല കാര്യങ്ങളെ കുറിച്ച് നാം പറഞ്ഞു. അപ്പൊ നമുക്ക് ആ രീതിയിൽ ഇന്ന് കർത്താവ് നമ്മെ വ്യക്തിപരമായിട്ട് രക്ഷിച്ചു. ക്രിസ്തുവിന്റെ ആ ക്രൂശിന്റെ, കർത്താവിന്റെ ത്യാഗത്തെ നമുക്ക് ഓർക്കാം. അത് മാത്രമല്ല, ഒരു ശരീരമായിട്ട് നമ്മെ പണിയുന്നു. ആ ശരീരമായിട്ടുള്ള പണിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന എന്റെ കട്ടിയുള്ള ഏതെങ്കിലും ഒരു മനോഭാവം, അത് ഈ ശരീരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുവാൻ, ഞാൻ ഇപ്പോഴും ഒരു ഒറ്റയാനായിട്ടാണ് നിൽക്കുന്നത്. എന്നിൽ നിന്നും വ്യത്യസ്തരായ എളിയ സഹോദരി സഹോദരന്മാരെയൊക്കെ എല്ലാവരെയും വിലമതിച്ച് നമ്മുടെ ഉള്ളിൽ എന്താണ് അവരെക്കുറിച്ചുള്ള ചിന്ത. നമ്മൾ എപ്പോഴും പലപ്പോഴും ഒരു മഞ്ഞ കണ്ണാടിയുള്ള, മഞ്ഞ കളറുള്ള ഒരു ഗ്ലാസ് ഇട്ടിട്ടാണ് നമുക്ക് കാണുന്നത്. ഒരു സഹോദരനെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അദ്ദേഹം, അല്ലെങ്കിൽ ആള്, എന്തെങ്കിലും ഒരു വിധി മനോഭാവം, അദ്ദേഹം ഒത്തിരി ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്, അപ്പം എന്തെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹം ദീർഘമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഈ രീതിയിലുള്ള ഒരു മനോഭാവം, ഒരു വിധിക്കുന്ന മനോഭാവം. അതുകൊണ്ട് എന്താ, അപ്പൊ എപ്പോഴും ഈ ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് ആ വ്യക്തിയിൽ നിന്നും ഒന്നും പഠിക്കാനായിട്ട് പറ്റുന്നില്ല. ആ വ്യക്തിയുടെ, ഉദാഹരണത്തിന് ചിലപ്പം ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇച്ചിരി കഴിവുണ്ട്, ചിലർക്ക് ഇച്ചിരി ചുരുക്കി കാര്യങ്ങൾ പറയാനുള്ള കഴിവുണ്ടായിരിക്കും, ചിലർക്ക് അത്ര കഴിവില്ല, അവർ ഇച്ചിരി ദീർഘമായിട്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത്. എന്നാൽ നമുക്കൊന്ന് അവരെ മനസ്സിലാക്കാൻ, അപ്പം ചിലപ്പോൾ ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്കായിരിക്കും നമ്മെക്കാട്ടിലും കൂടുതൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, പ്രയാസങ്ങൾ, അവരുടെ പേര്, അവരുടെ എല്ലാ കാര്യങ്ങളും വ്യക്തിപരമായിട്ട് അറിയാവുന്നത് ആ വ്യക്തിക്കായിരിക്കും. ആ വ്യക്തി അറ്റ്ലീസ്റ്റ് ഇത്രയും ഈ കാര്യങ്ങളിൽ ബേർഡൻ എടുത്ത് പ്രാർത്ഥിക്കുന്നല്ലോ എന്നോർത്ത് അവരെ വിലമതിക്കാനായിട്ട് നമുക്ക് പറ്റണം. അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരുപക്ഷെ ദീർഘമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നു, ദീർഘമായിട്ട് എന്തെങ്കിലും പറയുന്നു, ഒക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു വളർത്തപ്പെട്ട സാഹചര്യം, അല്ലെങ്കിൽ ആയിരുന്ന സാഹചര്യം അതുകൊണ്ടായിരിക്കാം. ഞാനൊരു വിധിച്ച് ഒരു മനോഭാവത്തോടുകൂടെ, ഒരു മുൻവിധിയോടെ ആ വ്യക്തിയോടുള്ള കൂട്ടായ്മ, ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് ലഭിക്കാനാവുന്ന ആ ക്രിസ്തുവിന്റെ ജീവൻ, ഞാൻ അതിനെ എന്തിനാണ് തള്ളിക്കളയുന്നത്? നമുക്ക് നമ്മുടെ സഹോദരന്മാരെ നമുക്ക് വിലമതിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. കർത്താവെ, ഞാൻ എന്നെ തന്നെ അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. അതോടൊപ്പം നമുക്ക് പറയാം, കർത്താവെ, ഞാനിതാ എനിക്ക് തന്ന സഹോദരന്മാർക്കായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇനി ഞാൻ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്, ഒരൊറ്റയാനായിട്ട് ഞാൻ ഇങ്ങനെ മാറി മാറി പോവുകയില്ല. എനിക്ക് തന്ന സഹോദരന്മാരോട് ചേർന്ന് പണിയപ്പെടുവാൻ, എന്റെ ഉള്ളിലുള്ള ആ കൂർത്ത കാര്യങ്ങളൊക്കെ മാറി, കർത്താവെ, എന്നെ ആ ഒരു ഇടിച്ച് പൊടിച്ച് ഒരു അപ്പത്തിന്റെ ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണം. നമ്മള് വേറെ പറഞ്ഞു, കർത്താവ് ശാപമായി തീർന്നത് നാം ഒരു അനുഗ്രഹമായി തീരാനാണ്. ഇതൊരു അനുഗ്രഹ പാത്രമാണ്. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരാനായിട്ട് നാം ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ യേശു അവൻ പറഞ്ഞത് എന്താണ്? അവൻ അപ്പം എടുത്ത് വാഴ്ത്തി അതിനെ തുടർന്ന് എന്താ ചെയ്തത്? നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാഴ്ത്തിയതിനു ശേഷം നുറുക്കി. അപ്പോൾ നമുക്ക് ആ രീതിയിൽ, കർത്താവെ, ഞാൻ നുറുങ്ങാനായിട്ട് ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നതിലൂടെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരാൻ കഴിയുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിച്ചപ്പോഴും കർത്താവ് അപ്പം എടുത്തു, അവൻ വാഴ്ത്തി, അവൻ നുറുക്കി കൊടുത്തപ്പോ എല്ലാവർക്കും സുഭിക്ഷമായിട്ട് അവർക്കൊരു അനുഗ്രഹമായി തീർന്നു. നമ്മുടെ ജീവിതവും പലപ്പോഴും നാം വാഴ്ത്തുവാൻ, കർത്താവ് വാഴ്ത്തണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. എന്നാൽ നാം കർത്താവ് നമ്മെ നുറുക്കുവാനായിട്ട്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായിട്ട്, നമ്മിൽ നിന്നും വ്യത്യസ്തരായ ആളുകളുമായിട്ട് ചേർന്ന് പണിയപ്പെടുവാനായിട്ട് നമുക്ക് അങ്ങനെയുള്ളൊരു വിധേയത്വം പലപ്പോഴും നമുക്കില്ല. നാം ഒഴിഞ്ഞു മാറിപ്പോവും. നമുക്ക് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇന്ന് ഈ അപ്പത്തിലും പാനപാത്രത്തിലും നാം പങ്കാളികളാവുമ്പോൾ അങ്ങനെയുള്ളൊരു കമ്മിറ്റ്മെന്റ്, കർത്താവെ, എന്നെ തന്നെ എന്റെ സഹോദരങ്ങൾക്കായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു, ഞാൻ എന്നെ തന്നെ കമ്മിറ്റ് ചെയ്യുന്നു, അവരെ എനിക്ക് മനസ്സിലാക്കണം, അവരോട് ചേർന്ന് പണിയപ്പെടണം, ഞാനിങ്ങനെ മാറി മാറി പോവുകയില്ല എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ.